ലോകത്തില് ഏറ്റവും കൂടുതൽ സൈക്കിളുകളുള്ള സ്ഥലം, 165 കനാലുകൾ, ഏകദേശം 1281 പാലങ്ങൾ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലം, പ്രശസ്തനായ ആർട്ടിസ്റ്റ് വാൻ ഗോഗിന്റെ നാട്. ഹായ്, ഇന്ന് ഞാനുള്ളത് നെതർലാൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ്. എത്ര തവണ വന്നാലും മതി വരാത്ത എൻ്റെ ഫേവറേറ്റ് സിറ്റികളിലൊന്നാണ് ആംസ്റ്റർഡാം. സമയം ഏകദേശം ഒരു 9:45. ഞാൻ രാവിലെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഒന്ന് ചുറ്റി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ഷിപ്പ് ഏകദേശം ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നടന്നു വേണം നമുക്ക് ആംസ്റ്റർഡാമിൻ്റെ ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി. ഇതൊരു ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഞാൻ ഈ പോകുന്നത്. നമുക്ക് നേരെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലൂടെ ഒരു റോഡുണ്ട്, അതിലേ പോയാലും നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് ക്രോസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഇതൊരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. ആംസ്റ്റർഡാം നെതർലാൻഡിൻ്റെ തലസ്ഥാനമാണെങ്കിൽ പോലും ഇവിടുത്തെ സർക്കാർ ഇരിക്കുന്നത് ഹേഗിലാണ്. ഹേഗ് ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അടുത്തുണ്ട് ഹേഗിലേക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കിളുകളുള്ള സ്ഥലമാണ് ആംസ്റ്റർഡാം. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 9 ലക്ഷമാണെങ്കിലും ഇവിടുത്തെ സൈക്കിളുകളുടെ എണ്ണം 8.8 ലാക്സ് ആണ്. നമുക്ക് പോകേണ്ടത് ആ ഒരു സൈഡിലേക്കാണ്. ഈ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഭയങ്കര ഫേമസ് ആണ്. അടിപൊളിയാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഇവിടുത്തെ ഒരു ഫേമസ്, അതായത് ഒരു പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് ഇവിടെ നോക്കിയുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച കാണാൻ നോക്കണ്ട. ആംസ്റ്റർഡാമിൻ്റെ ഒരു ഭംഗി ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. ആയിരത്തി 1200-കളിൽ ആംസ്റ്റൽ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു മീൻപിടുത്ത ഗ്രാമമാണ് ഇത്. ഈ ആംസ്റ്റൽ നദിയിൽ ഉള്ളൊരു ഡാമുണ്ട്. ആ ഡാം പറഞ്ഞാണ് ആംസ്റ്റൽ പ്ലസ് ഡാം, അതിങ്ങനെ പറഞ്ഞാണിത് ആംസ്റ്റർഡാം എന്നായി മാറിയത്. ആംസ്റ്റർഡാം എന്ന് പറയുമ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ആണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാനിപ്പോൾ സമയം രാവിലെ 10 മണിക്കാണ് ഞാനിപ്പോൾ ഈ പുറത്തിറങ്ങിയത്. മെയിനായിട്ടും ഈ ഒരു ഏരിയ ഓണാവുന്നത് വൈകിട്ടാണ്. അവിടുത്തെ നൈറ്റ് ലൈഫാണ് മെയിൻ. ഇപ്പോൾ വെറുതെ ജസ്റ്റ് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഷോപ്പുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലൈഫൊന്നും ഓണായിട്ടില്ല. എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ സൈക്കിള് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എൻ്റെ മുന്നിലുള്ള ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ എത്തുന്നത് റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഈ കനാലുകൾ ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ആ കാലത്ത് വ്യാപാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ കനാലുകളാണ് ഇവ. ഏകദേശം 165 കനാലുകളുണ്ട് ഈ ആംസ്റ്റർഡാമിൽ. അതുപോലെ തന്നെ 1281 ചെറിയ പാലങ്ങളുമുണ്ട് ഇത്തരം. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഇങ്ങോട്ട് വണ്ടികളൊന്നും അലൗഡ് അല്ല.
ധാരാളം കോഫി ഷോപ്പുകളും കഫേയും അതുപോലെ റെസ്റ്റോറൻറ്റുകളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഇവിടുത്തെ കഫേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചായക്കടയല്ല. ഇവിടെ കഫേ എന്ന് അറിയപ്പെടുന്നത് കനബി സ്റ്റോഴ്സിനാണ് കഫേ എന്ന് പറയുന്നത്. അതായത് കഞ്ചാവ് മേടിക്കാൻ കിട്ടുന്ന കട. നെതർലാൻഡ്സിൽ ഈ കഞ്ചാവൊക്കെ ലീഗലാണ്. ഇവിടെ നമ്മുടെ കനബീസും അതായത് കഞ്ചാവും അങ്ങനെയുള്ള ഡ്രഗ്സും എല്ലാം ലീഗലായിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. കഞ്ചാവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഇലയായിട്ട് മേടിക്കുന്നത് മാത്രമല്ല. ഇവിടെ ചോക്ലേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും കഞ്ചാവ്, അതുപോലെ കേക്കായിട്ട് കിട്ടും. അങ്ങനെ പലതരത്തിൽ നമുക്കിവിടെ കനാബീസ് അവൈലബിൾ ആണ്. അതുപോലെ വേൾഡിലെ ഫേമസ് ആയ ബിയർ ഉണ്ടല്ലോ, ഹെനിക്കിൻ്റെ ഒരു ഫാക്ടറിയും ഉണ്ട് ഈ ആംസ്റ്റർഡാമിൽ. ആൻ ഫ്രാങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആൻ ഫ്രാങ്ക് ഒരു ജർമ്മൻ ജൂത പെൺകുട്ടിയായിരുന്നു. വേൾഡ് വാർ 2 സമയത്ത് ഹിറ്റ്ലറിൻ്റെ നാസി ഭരണകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആംസ്റ്റർഡാമിൽ ഒളിച്ചിരുന്ന് ഒരു ഡയറി എഴുതി, ഹിറ്റ്ലറിൻ്റെ ഭരണത്തെ പറ്റിയല്ല. ആ ഡയറി പിന്നീട് ഭയങ്കര ഫേമസ് ആയി. എ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ അതൊരു പുസ്തകമായിട്ട് ഇറങ്ങി. ഏകദേശം 70-ലധികം ലാംഗ്വേജിൽ 70-ലധികം ഭാഷയിൽ ആ പുസ്തകം അച്ചടിച്ചിറങ്ങുകയും ഏകദേശം 3 കോടിയിൽ മുകളിൽ അത് വിൽക്കുകയുണ്ടായി. ലോകം മുഴുവൻ വായിച്ച ഒരു പുസ്തകങ്ങളിലൊന്നാണ് ആൻ ഫ്രാങ്കിൻ്റെ പുസ്തകം. അങ്ങനെ ലോകം മുഴുവൻ വായിച്ച ഒരു പുസ്തകങ്ങളിലൊന്നാണ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ. ഇവിടുത്തെ നൈറ്റ് ലൈഫിന് ശേഷമുള്ളൊരു അവസ്ഥയാണ് ഇത്. രാവിലെ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം വേസ്റ്റും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇങ്ങനെ. പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ആംസ്റ്റർഡാമായിട്ട് മാറും ഇത്. ഇവിടുത്തെ റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണ് ഇവിടം. ഈ കാണുന്ന റൂമുകളൊക്കെ ഇങ്ങനെ റെൻറ്റിനെടുക്കും അവർ. എന്നിട്ടാണ് അവർ സ്വയം കച്ചവടം ചെയ്യുന്നത് ഇവിടെ. എല്ലാം റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒന്നും ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അധികം കാണിക്കാൻ പറ്റില്ല. കാരണം അത് അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അത് തെറ്റിക്കുന്നത് മോശമല്ലേ. നമുക്ക് ഇവിടുത്തെ മറ്റു കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ കനാലുകളും ഇവിടുത്തെ കെട്ടിടങ്ങളും അങ്ങനെയുള്ളതല്ല. ഈ ആൻ ഫ്രാങ്ക് ഒളിച്ചിരുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് മ്യൂസിയമാണ്. ആൻ ഫ്രാങ്കിൻ്റെ മ്യൂസിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഏകദേശം 2 മാസത്തിന് മുന്നേ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏകദേശം 1500 രൂപ അത്ര എന്തോ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിപ്പോൾ ഉള്ള ഏരിയയിലല്ല, ഇവിടുന്ന് ഒരു കുറച്ച് മാറിയാണ് ആ ഒരു മ്യൂസിയം ഉള്ളത്. ഒരു ചെറിയ താറാവ് ഇവിടെ കുളിക്കുന്നുണ്ട്. പുള്ളിക്കാരി എന്തോ ഒരു ചെറിയ കമ്പൊക്കെ ആയിട്ട് പോവാണ്. കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടുത്തെ ഈ കനാലിൽ കൂടി നമുക്ക് ബോട്ട് സർവീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിവിടുത്തെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. മെയിനായിട്ടും ഇവിടുത്തെ ഒരു സൂര്യാസ്തമയത്തോട് കൂടിയുള്ളൊരു ബോട്ട് റൈഡ്, അത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ. ഏകദേശം 15 യൂറോ 16 യൂറോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ആംസ്റ്റർഡാമിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ആംസ്റ്റർഡാം എന്താണെന്ന് കാണിച്ചു തരുന്നത് രാത്രിയാണ്.
ഇവിടുത്തെ ആദ്യത്തെ കോഫി ഷോപ്പുകളിലൊന്നാണ് ഇത്. ഒരു ഇടുങ്ങിയൊരു കൊറിഡോറാണ്. ചെറിയ മഴ വരാനുള്ളൊരു ലക്ഷണമുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ ബാറുണ്ട് കേട്ടോ. എന്തായാലും പല ടൈപ്പിലുള്ള ബാറുകൾ ഇവിടെ ഞാൻ കണ്ടു. ഇവിടുത്തെ ഒരു മെയിൻ ഷോപ്പിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. വമ്പൻ ബ്രാൻഡുകളുടെ ഷോപ്പുകളെല്ലാം ഈ ഒരു ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ കാസിനോ, പബ്ബുകൾ എല്ലാം ഇവിടെ എല്ലായിടത്തും ഒരേപോലെയൊക്കെ തന്നെയാണ് ഈ ആംസ്റ്റർഡാമിലെ ചുറ്റും. ഞാൻ ആംസ്റ്റർഡാമിൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നു. ഇവിടെ കൂടുതലും മെയിൻ ഷോപ്പുകളൊക്കെയാണ്. നമ്മുടെ പ്രൈമാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ആംസ്റ്റർഡാമിലെ, അതായത് നെതർലാൻഡിലെ മറ്റൊരു ഫേമസ് സംഭവമാണ് ചീസ്. ഇവിടെ ധാരാളം ചീസിൻ്റെ ധാരാളം ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ 1-2 ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയപ്പോഴത്തേക്കും മഴ തുള്ളാൻ തുടങ്ങി ചെറുതായിട്ട്. ഈ ഒരു ഏരിയ അത്യാവശ്യം ക്രൗഡഡ് ആയി തുടങ്ങി. പ്രശസ്ത നമ്മുടെ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മറ്റേ വാൻ ഗോഗ് ഉണ്ടല്ലോ, പുള്ളി മറ്റേ ഈ പെയിന്റിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്. മറ്റേ ആർട്ടിസ്റ്റ്. പുള്ളിയുടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ. പുള്ളിയുടെ പെയിന്റിങ്സ് ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ അതൊക്കെ കുറച്ച് ആ സൈഡിൽ ആയിട്ടാണുള്ളത്. പിന്നെ മറ്റേ വാക്സ് മ്യൂസിയം, മാഡം തുസാഡ് വാക്സ് മ്യൂസിയം, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഈ ആംസ്റ്റർഡാമിൽ കാണാനായിട്ട്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീരില്ല ഒന്നും. എന്തായാലും പതിയെ ഞാൻ തിരിച്ചു പോവാം. മഴ ചെറുതായിട്ട് ശക്തി കൂടി വരുന്നുണ്ട്. ഞാനെന്തായാലും നനഞ്ഞു തന്നെ നടക്കാമെന്ന് തീരുമാനിച്ചു. കുറെ കാലമായി മഴയൊക്കെ നനഞ്ഞിട്ട്. എൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വലിയൊരു കൊട്ടാരം പോലെ കാണുന്നില്ലേ അത്. നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഈ മുന്നിൽ കാണുന്ന സ്ട്രീറ്റ് ആണ് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റും പിന്നെ റെഡ് ലൈറ്റ് സ്ട്രീറ്റിലേക്കുള്ളൊരു എൻട്രൻസും ഒക്കെയാണ്. അതിലേക്ക് റെഡ് ലൈറ്റ് സ്ട്രീറ്റിലേക്ക് നമുക്ക് പലതരത്തിൽ ആക്സസ് ചെയ്യാം. വേറെയും വഴികളുണ്ട്. ഇപ്പം ഞാൻ കാണിച്ച വഴിയിലൂടെ പോയാലും നമ്മൾ അവിടെ എത്തും. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു പഴയ ഒരു പള്ളി. ഇതാണ് ആ പള്ളി. ഇവിടുത്തെ രസകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഒരു സൈഡിൽ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റേ സൈഡിൽ ഡ്രഗ്സിൻ്റെ കച്ചവടവും അങ്ങനെയാണ്. അതാണ് ആംസ്റ്റർഡാം. എന്തൊക്കെ പറഞ്ഞാലും വളരെ എന്താ പറയുക, നല്ല ജീവിത നിലവാരമുള്ളൊരു സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് നെതർലാൻഡ്സ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ആംസ്റ്റർഡാം. നല്ല ഭംഗിയാണ്. എന്താ ഇപ്പം ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണ് ആംസ്റ്റർഡാം.
മഴ ചെറുതായിട്ട് കുറവുണ്ട്, പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മഴ തൂളുന്നുണ്ട്. ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷിപ്പിലേക്ക്. ഏകദേശം ഒരു 20 മിനിറ്റോളം നടക്കാനുണ്ട് ഷിപ്പിലേക്ക്. അപ്പോൾ ആംസ്റ്റർഡാമിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.